അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ പ്രതിപക്ഷം മുഖ്യമന്ത്രി പിണറായി വിജയനെയും വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെയും കടന്നാക്രമിച്ചു. ഒരു ഹൈക്കോടതി വിധി വന്നപ്പോൾ വിജിലൻസ് ഡയറക്ടറേറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നു, ഇനി ഇവിടെ മുതൽ വൻ അഴിമതികളൊന്നും സ്വീകരിക്കുന്നില്ല എന്ന്. സാർ, അങ്ങ് എന്ത് നടപടി സ്വീകരിച്ചു? സാർ, അങ്ങ് എന്ത് നടപടി സ്വീകരിച്ചു? അങ്ങ് മൂകസാക്ഷിയായി ഇരിക്കുകയാണ്. ചീഫ് സെക്രട്ടറിയും DGPമാരും ഉന്നത ഉദ്യോഗസ്ഥരുമെല്ലാം വിജിലൻസ് കേസിൽ പ്രതികളാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. ഏജന്റുമാരെ വെച്ച് പരസ്പരം പരാതി നൽകുന്നതാണ് ഇതിന് കാരണമെന്നും ആരോപിച്ചു. ഉദ്യോഗസ്ഥർക്കെതിരെ നിരന്തരം പരാതി നൽകുന്ന പായിച്ചർ നവാസിന് രഹസ്യ സ്വഭാവമുള്ള ഫയലുകൾ എങ്ങനെ ലഭിക്കുന്നുവെന്നും സതീശൻ ചോദിച്ചു. വിജിലൻസിനും വിജിലൻസ് ഡയറക്ടർക്കുമെതിരായ ആരോപണങ്ങളിൽ മറുപടി പറയാതിരുന്ന മുഖ്യമന്ത്രി ഭരണസ്തംഭനമില്ലെന്ന് വ്യക്തമാക്കി. സർ, ഇവിടെ ഒരു തരത്തിലുള്ള പ്രതിസന്ധിയോ ഭരണസ്തംഭനമോ ഉണ്ടായിട്ടില്ല. അടിയന്തര പ്രമേയം എന്ന രീതിയിൽ ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യവും ഇതിൽ ഉന്നയിക്കപ്പെടുന്നില്ല. തന്റെ മുന്നിൽ വന്ന 18,000 ഫയലുകളിൽ 200 എണ്ണത്തിൽ മാത്രമേ ഇനി തീർപ്പ് കൽപ്പിക്കാനുള്ളൂ എന്നതാണ് ഇതിനുദാഹരണമായി ചൂണ്ടിക്കാട്ടിയത്. റാഹീസ് റഷീദ്, മീഡിയ 1, തിരുവനന്തപുരം.